BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ആൾ എന്ന സർവകാല റെക്കോർഡിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 12 വർഷം അദ്ദേഹം ഭാരതത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന പ്രത്യേക പരിപാടിയുടെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. റോഡ്, റെയിൽ, ജലഗതാഗത രംഗത്ത് ഇന്ന് വരെ ഉണ്ടാകാത്ത കുതിപ്പാണ് നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഭാരതത്തിലുണ്ടായത്. റെയിൽവേ മേഖലയിൽ 36,000 കിലോമീറ്റർ പുതിയ പാത നിർമ്മിച്ചു. 45,000 കിലോമീറ്റർ പാത നവീകരിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്തു. ഹൈസ്പീഡ് ട്രെയിനുകൾ, ഹൈഡ്രജൻ ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിനുകൾ തുടങ്ങി ഭാരതത്തിന്റെ റെയിൽവേ പൂർണ്ണമായും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറുകയാണ്. ബയോ ടോയ്ലറ്റുകളിലൂടെ നാറുന്ന പാതകളും നാറുന്ന തീവണ്ടി സ്റ്റേഷനുകളും ഒഴിവായി. വിമാനത്താവളങ്ങൾക്ക് കിടപിടിക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള തീവണ്ടി സ്റ്റേഷനുകൾ ഭാരതത്തിലുടനീളം നിർമ്മാണം പൂർത്തിയാക്കുന്നു. റോഡുകളിലും ഭാരതം വൻ കുതിപ്പാണ് കൈവരിച്ചിട്ടുള്ളത്. 2014 99,000 കിലോമീറ്റർ ഉണ്ടായിരുന്ന ദേശീയപാത 1,50,000 കിലോമീറ്ററിലേക്ക് വളർന്നിരിക്കുന്നു. വെറും 93 കിലോമീറ്റർ മാത്രമുണ്ടായിരുന്ന ഹൈസ്പീഡ് ഇടനാഴി 2,400 കിലോമീറ്ററായി വളർന്നു. 2014 ശേഷം 3.74 ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡ് പുതിയതായി നിർമ്മിച്ചു. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. ദേശീയപാതാ ശൃംഖലയിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം 54,917 കിലോമീറ്റർ കൂട്ടിച്ചേർത്തു. ദേശീയപാതാ നിർമ്മാണത്തിൽ 2014 മുമ്പ് പ്രതിദിനം 14 കിലോമീറ്ററാണ് ഭാരതത്തിൽ നിർമ്മിച്ചിരുന്നത്. ഇന്നത് 34 കിലോമീറ്ററായി ഉയർന്നു. 53,000 കോടിയിൽ നിന്ന് പ്രതിവർഷം 3 ലക്ഷം കോടിയുടെ വികസനമാണ് റോഡിന്റെ മേഖലയിൽ നടക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ ഭാരതത്തിൽ 74 വിമാനത്താവളങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 150 വിമാനത്താവളങ്ങൾ ആയി വളർന്നിരിക്കുന്നു. ജലഗതാഗത തുറമുഖ രംഗങ്ങളിലും ഈ മാറ്റം കാണാം. തുറമുഖങ്ങൾ വഴി കൈകാര്യം ചെയ്യുന്ന ചരക്കുകളുടെ ഏതാണ്ട് ഇരട്ടിയായി ഇന്ന് മാറിയിരിക്കുന്നു. നിരവധി പുതിയ തുറമുഖങ്ങളും വന്നു. കഴിഞ്ഞ 2014 5.8% തൊഴിലില്ലായ്മ 4.1% കുറഞ്ഞു. 2014 2023 ഇടയിൽ 17 കോടി തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിച്ചു. വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത തൊഴിലാളികൾക്ക് തൊഴിൽ മെച്ചപ്പെടുത്താനും ഉപകരണങ്ങൾ വാങ്ങാനുമുള്ള പ്രത്യേക പദ്ധതി ഭാരതത്തിലുടനീളം കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രയോജനപ്പെടുത്തിയത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിക്കുന്ന തുക 2014 നിന്ന് 24 ആയപ്പോഴേക്കും 6 ഇരട്ടിയായി കൂടി. ഇപ്പോൾ 11.20 ലക്ഷം കോടിയാണ് പ്രതിവർഷം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവിടുന്നത്. പ്രതിരോധ രംഗത്തും വ്യാവസായിക ഉൽപാദന രംഗത്തും സ്വന്തം കാലിൽ നിൽക്കാനും സ്വാശ്രയത്വം ഉറപ്പാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത് ഈ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് വഴിയൊരുക്കിയത്. നേരത്തെ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരുന്ന ആയുധ കച്ചവടം ഇന്ന് ഭാരതം കയറ്റുമതി ചെയ്യുന്ന മേഖലയിലേക്ക് മാറ്റാൻ ഇതിലൂടെ കഴിഞ്ഞു. പുതിയ ആണവ പടക്കപ്പലുകളും അന്തർവാഹിനികളും വിമാനവാഹിനി കപ്പലുകളും അടക്കം സൈനിക മേഖലയിൽ സ്വാശ്രയത്വത്തിന്റെ പുതിയ പാത തുറന്നു കഴിഞ്ഞു. ടാങ്കുകൾ, യന്ത്രത്തോക്കുകൾ, സൈനിക വാഹനങ്ങൾ, പോർ വിമാനങ്ങൾ എന്നിവയിലും ഈ മാറ്റം ദൃശ്യമാണ്. ആഭ്യന്തര സുരക്ഷാ രംഗത്താകട്ടെ ഭീകരാക്രമണങ്ങൾ വൻതോതിൽ കുറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം കൈകെട്ടിയിരിക്കില്ല എന്ന സന്ദേശം പാകിസ്ഥാന് മാത്രമല്ല അവർക്കൊപ്പം നിൽക്കുന്നവർക്ക് കൂടി നൽകാനായി. ദന്തേവാഡയും ബസ്തറും അടക്കം മാവോവാദി നക്സൽ ഭീകരർ കൈവശം വെച്ചിരുന്ന 140 ജില്ലകളെയും തീവ്രവാദത്തിൽ നിന്ന് മോചിപ്പിക്കുകയും മാവോ ഭീകരർ ഏതാണ്ട് പൂർണ്ണമായി കീഴടങ്ങുകയും ചെയ്തു. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും രേഖകളിലില്ലാത്തവരെയും ഒഴിപ്പിക്കുന്ന പ്രക്രിയ ആസാമിലും ബംഗാളിലും ആരംഭിച്ചു കഴിഞ്ഞു. അധികാരമേൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മുന്നിലുണ്ടായിരുന്ന സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു. അയോധ്യയിലെ രാമജന്മഭൂമി പ്രശ്നം കോടതി ഇടപെടലോടെ പരിഹരിക്കാനായി. അവിടെ പുതിയ രാമക്ഷേത്രം ഉയർന്നു. പള്ളിക്ക് വേറെ സ്ഥലം കൊടുക്കുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരുക്കം തുടരുകയും ചെയ്യുന്നു. കാശ്മീരിലെ ഏറ്റവും വലിയ തലവേദനയായിരുന്ന പ്രത്യേക അവകാശം നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ഇന്ന് കാശ്മീർ സമാധാനത്തിന്റെ പാതയിലാണ്. സൈനികരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്ന ഒരേ റാങ്കിന് ഒരേ പെൻഷൻ നടപ്പിലാക്കി. മുത്തലാഖ് നിരോധിച്ചത്
മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ പരിവർത്തനമാണ് വരുത്തിയത്. പുതിയ സമുദ്രനയവും ക്ഷീരനയവും തെരുവ് കച്ചവടക്കാർക്കുള്ള വായ്പാ പദ്ധതിയും ജാമ്യമില്ലാതെ യുവാക്കൾക്ക് തൊഴിൽ തുടങ്ങാൻ മുദ്രാ വായ്പ തുടങ്ങിയവയും ഈ മേഖലയിൽ കാര്യമായ മാറ്റം സൃഷ്ടിച്ചിരിക്കുന്നു. ബഹിരാകാശ രംഗത്തും ഭാരതം വൻ കുതിപ്പാണ് നടത്തിയിട്ടുള്ളത്. 100 ഉപഗ്രഹങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ISRO റോക്കറ്റുകൾ ലോക ശ്രദ്ധയെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ചന്ദ്ര പര്യവേഷണത്തിന് വേണ്ടിയുള്ള ചന്ദ്രയാൻ, സൗര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദിത്യ, ചൊവ്വയുടെ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള മംഗൾയാൻ തുടങ്ങിയവയും പ്രതിരോധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ബ്രഹ്മോസ് മുതൽ പൃഥ്വി 5 വരെയുള്ള പലതരം മിസൈലുകൾ എന്നിവ ഭാരതത്തിന് പുതിയ മുഖച്ഛായ നൽകിയിരിക്കുന്നു. ലോക നേതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിക്കുന്ന, ലോകം മുഴുവൻ ആദരവോടെ കാണുന്ന നേതാവായി നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷം കൊണ്ട് വളർന്നിരിക്കുന്നു. വിമർശനങ്ങളും നരേന്ദ്രമോദിക്കെതിരെ ഏറെയുണ്ട്. ഒരു 2ാം നിരയെ വളർത്തിയെടുക്കുന്നതിലും അധികാരം പൂർണ്ണമായും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിലും വിമർശനം ഉയർന്നിട്ടുണ്ട്. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒപ്പം 2ാം നിരയായി LK അദ്വാനിയും പ്രമോദ് മഹാജനും ഉണ്ടായിരുന്നു. മോദിക്കൊപ്പം മറ്റാരുമില്ല എന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. അധികാരത്തിലെത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകും തുടങ്ങിയ ഭയാശങ്കകൾ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള റാംപൂരിൽ പോലും BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നത് ലോകം കാണുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി മുഴുവൻ ഭാരതീയരെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾക്ക് പ്രതികരിക്കാതെ സ്വന്തം പ്രവൃത്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഭാരതത്തെ ജഗത് ഗുരുവാക്കി മാറ്റാനുള്ള ദൗത്യവുമായി അനവരതം മുന്നേറാനാണ് മോദിയുടെ പരിശ്രമം. നരേന്ദ്രമോദിക്ക് M5 ലൈവ് ടീമിന്റെ അഭിനന്ദനങ്ങൾ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.